ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പെക്സ് 4 അല്ലെങ്കിൽ APX4 എന്നൊക്കെ പറഞ്ഞ HP ടോയ്സിൻ്റെ 1:16 സ്കെയിൽ ഡിഫൻഡറുമായിട്ടാണ്. ആക്ച്വലി ഇത് സിംഗിൾ കളർ അല്ല വരുന്നത്, നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്. യെല്ലോ, ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു ഹാഷ് കളർ. ജസ്റ്റ് മോഡൽ നെയിം മാത്രമേ മാറ്റുള്ളൂ. R1607, R1608, R1609 ഇങ്ങനെ മോഡൽ നെയിമിൽ മാത്രമാണ് മാറ്റമുള്ളത്. ബോക്സിന് പുറത്ത് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 1:16 സ്കെയിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ IPX4 വാട്ടർ പ്രൂഫ് ആണ്. 2.4 GHz റിമോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐറ്റം 4 വീൽ ഡ്രൈവ് ആണ്. ബാക്കി ഈ ഒരു ഐറ്റത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസിന്റെ ഫോട്ടോ ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാഷ് കളർ ആകുമ്പോൾ ഏറെക്കുറെ എങ്ങനെയാണ് വരുന്നത്, ബ്ലാക്ക് കളറിൻ്റെ ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ യെല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബോക്സിന്റെ പുറത്തുള്ളത്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്യാം. ആക്ച്വലി എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളറ് നമുക്ക് ഏതാണെന്നൊക്കെ നോക്കാം. കത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ തുറക്കട്ടോ. തുറന്നിട്ടുണ്ട്. നമ്മൾ ഐറ്റം പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഈ സൈഡിൽ നിന്ന്. അപ്പോൾ എനിക്ക് ആ സൈഡ് കാണിച്ചു തരാം. ഹായ്, യെല്ലോ കളറാണ് നമ്മളെടുത്ത് വരുന്നത്. അങ്ങനെ ബോക്സ് നമുക്കിപ്പോൾ മാറ്റി വെക്കാം. ബോക്സിൽ വേറെ ഒന്നും വരുന്നില്ല, അപ്പം ബോക്സ് മാറ്റി വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഫൻഡർ വരുന്നത്. 1:16 സ്കെയില്, ബ്ലാക്ക് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, ബ്ലാക്കും യെല്ലോവും കൂടെ മിക്സ് വരുന്നുണ്ട്. ഇതോട്ട് ഐറ്റം വരുന്നത്. അത്യാവശ്യം നല്ല സ്കെയിൽ ലുക്ക് ഉണ്ട്. ഇന്റീരിയർ ഒക്കെ ഉണ്ട് കേട്ടോ, വണ്ടിക്ക് ഉള്ളിൽ ഇന്റീരിയർ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അത്യാവശ്യം നല്ലൊരു ബമ്പർ വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഡിഫൻഡറിന്റെ തന്നെ എന്താ പറയുക, ഗ്രില്ല് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. വർക്കിംഗ് ആണ് തോന്നുന്നു, വയർ കണക്ഷനൊക്കെ കാണുന്നുണ്ട്, വർക്കിംഗ് ആണ് തോന്നുന്നു. ഓക്കെ, ബോണറ്റ്, പിന്നെ വൈപ്പർ മോഡലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡലിന് ഇവിടെ ബാർ ലൈറ്റ് വരുന്നുണ്ട്. മേലെ ബാർ ലൈറ്റ് വരുന്നുണ്ട്. സൈഡ് മിറർ ഉണ്ട്. മേലെ ഈ ഒരു എന്താ പറയുക, കാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവമൊക്കെ മേലെ വരുന്നുണ്ട്. പിന്നെ ടയർ നല്ല സോഫ്റ്റ് ടയറാണ് വരുന്നത്. ഓക്കെ, നല്ല സോഫ്റ്റ് ടയറാണ് വരുന്നത്. ബാക്കിലും ഒരു സ്റ്റെപ്പിന് ടയർ വന്നിട്ടുണ്ട്. ബാക്കിലും ലൈറ്റിൻ്റെത് ഉണ്ട്, പക്ഷെ കണക്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൽ നോക്കിയിട്ട് കണക്ഷൻ ഇല്ലാത്ത പോലെയാണ് കാണുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഏറെക്കുറെ ഇതാണ് വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം. ഒരു ബോക്സ് പോലെയാണ് വരുന്നിട്ടുള്ളത്. ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഒരു എന്താ പറയുക, ചാർജർ കം അഡാപ്റ്റർ എന്നുള്ള ഒരു കേബിളും ഒരു ടൂളും വരുന്നുണ്ട്. മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഇതിൻ്റെ മാനുവലാണ്. APX4 എന്നാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി. ഈ ഒരു സെക്ഷന് പേര് വന്നേക്കുന്നത് APX4 എന്നുള്ള രീതിയിൽ. 4 വീൽ ഡ്രൈവ് ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിൻ്റെ മാനുവലിനകത്തുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ വണ്ടിയിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മളെ റിമോട്ടാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഗൺ ടൈപ്പ് റിമോട്ടാണ് വരുന്നത്. ഓക്കെ, സ്റ്റിയറിങ് കുറച്ചൊരു ടൈറ്റുള്ള സ്റ്റിയറിംഗ് ആണ്, ഭയങ്കര ലൂസ് അല്ല. പിന്നെ ത്രോട്ടില്. ഇതിനകത്ത് വേറെ വരുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ട്രിം ആണ് ഒന്ന്. ഇത് ക്രൂയിസ് കൺട്രോൾ അല്ലെങ്കിൽ ത്രോട്ടിൽ ട്രിം എന്ന് പറഞ്ഞ ഈ ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത് റിമോട്ടിൽ. ഇവിടെയാണ് റിമോട്ടിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. നമുക്കിനി ഫസ്റ്റ് റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇട്ട് വെക്കാം. ബാറ്ററി ഇട്ടിട്ടുണ്ട്. റിമോട്ട് ജസ്റ്റ് ഓൺ ആക്കി വെക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. മാറ്റി വെക്കാം. നമുക്ക് ഇതെങ്ങനെയാണ് തുറക്കുന്നത് നോക്കണ്ടേ. ഇതിന് ആക്ച്വലി തുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒരു സാധനമുണ്ട്. ഈ ഒരു ഇത് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇവിടെ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു മോഡലാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വരും. ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ബാറ്ററി വരുന്നുണ്ട്. ഓൾറെഡി 500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാ മാനുവലിലും അവർ 5 hours ചാർജിങ് ടൈം പറയുന്നുണ്ട്. എത്ര സമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓടിച്ച് നോക്കിയിട്ടില്ല.
എനിക്ക് തോന്നുന്നത് ഒരു 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ഇതാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. മോട്ടർ ഉണ്ട്. മോട്ടറിന്റെ സ്പെക്ക് ഒന്നും ഇവിടെ പുറത്ത് എഴുതിയിട്ടില്ല. പിന്നെ ഫ്രണ്ടിലാണ് ഇതിന്റെ എല്ലാം വരുന്നത്. കൺട്രോൾ, ബാക്കി റിസീവർ എല്ലാം ഫ്രണ്ടിലാണ് വരുന്നത്. ഇതിന് ആക്ച്വലി ഇതിന്റെ ഒരു വേറെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെയാണ് ഇതിന്റെ ഓൺ സ്വിച്ച് വരുന്നത്, ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ. അപ്പം ഇത് പക്ഷേ ഇവിടുന്ന് നമുക്ക് ഓൺ ചെയ്യണ്ട. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. സ്പ്രിംഗ് സസ്പെൻഷൻ ആട്ടോ വരുന്നത്. ഓക്കെ, ഇതിന്റെ ചെയ്സ് എല്ലാം മെറ്റലാണ്. ചെയ്സ് മെറ്റലാണ് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണ്, ഈ ഒരു പോർഷനൊക്കെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ലൈറ്റിന്റെ കണക്ഷനൊക്കെ ഈ ബോർഡ് വന്ന് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് ബോഡിയിലോട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററി ജസ്റ്റ് ഇവിടെ ഒരു റബ്ബർ ഉണ്ട്, അതിന്റെ മേളിൽ അങ്ങ് ലോക്ക് ചെയ്ത് വെക്കലാണ്. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കണക്റ്റായി. ഇനി ഇത് ലോക്ക് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇതേ വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ബാക്കിൽ അങ്ങ് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതേപോലെ ബ്രേക്ക് വരും, ലോക്കായി. ഇത്ര ഉള്ളൂ ലോക്കിൻ്റെ പരിപാടി. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യൽ എങ്ങനെയാണെന്നല്ലേ, ഈ ബോണറ്റ് നമുക്ക് പൊക്കാൻ പറ്റും. ഇതേപോലെ പൊക്കുക. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതങ്ങ് പ്രസ് ചെയ്താൽ മതി, വണ്ടി ഓണായി. ഇത്രേ ഉള്ളൂ. താത്തി വെക്കാം. നമ്മുടെ റിമോട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓൺ ചെയ്യാം. പെയറായി. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് റൺ നടത്തി നോക്കാം. ഓക്കെ, ഫസ്റ്റ് മൂവ്മെൻറ്റ് അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നോക്കാം. ഹെഡ്ലൈറ്റ് ഉണ്ട്, ആക്ച്വലി ഇൻഡിക്കേറ്റർ ഉണ്ട്, നോക്കിക്കോട്ടോ. ഓക്കെ, ഇനി ഈ ലൈറ്റ് നമുക്ക് ഇതേപോലെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫായി. ഇപ്പം എല്ലാ ലൈറ്റും ഓഫായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിനകത്തൊരു ലൈറ്റ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്, നമുക്ക് കാണാത്തതുകൊണ്ടാണ്. ഉണ്ടോ, ഇപ്പോൾ ഇൻഡിക്കേറ്റർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, വേറെ ലൈറ്റ് വർക്ക് ചെയ്യില്ല. ബാക്കിൽ നമുക്ക് ലൈറ്റ് ഇല്ല കേട്ടോ, ഫ്രണ്ടിൽ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പം നമുക്ക് 2 ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ കളർ ലൈറ്റ് വരുന്നുണ്ട്, ഉണ്ടാ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇനി ഈ സാധനം ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഈ ബാർ ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലൈറ്റിൻ്റെ ബട്ടൺ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാർ ലൈറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ടോപ്പ് ബാർ ലൈറ്റ് ആണ്. ജസ്റ്റ് ആൻസറാ കണ്ടോ, മേലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ മാറി. ഇപ്പോൾ ടോപ്പ് ബാറിൻ്റെ ലൈറ്റ് ഓഫായി. ഇനി ടോപ്പ് ബാർ ലൈറ്റ് വർക്ക് ചെയ്യില്ല. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഈ ബട്ടൺ, കണ്ടോ, അപ്പോൾ ഓണായി. ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. ജസ്റ്റ് ബ്ലിങ്കിങ്ങിൽ നിന്നോട്ടെ. ഇനി ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഒന്ന് നോക്കാം. നമ്മുടെ പേരിലൊക്കെ അത്യാവശ്യം തള്ളിച്ചൊക്കെ ഉണ്ട് കേട്ടോ ക്രൂയിസ് കൺട്രോളിന്. കയറാനുള്ള ത്വര ഇത് കാണിക്കുന്നുണ്ട്, കാരണം ഈ ഇവിടെ അക്വോറിയം ഉള്ളതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു പേടി, ഇനി അക്വോറിയത്തിലെങ്ങാനും പോയി ഇടിക്കുക എന്നുള്ളത്. കാണിച്ചു തരാം. ഓക്കെ, അക്വോറിയത്തിലൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. ഈ ഒരു സ്പീഡ് ധാരാളമാണ്. പിന്നെ കുറഞ്ഞ പ്രൈസേ ഇതിനുള്ളൂ, മറ്റേതിൻ്റെ അത്ര വലിയ പ്രൈസ് ഒന്നുമല്ല. നമുക്കൊരു 5K to 10K ഉള്ളിലായിട്ട് ഈ ഒരു സൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയുക, അപ്പോൾ ഏറെക്കുറെ ഇതാണ് ഇതിനായിട്ട് പറയാനുള്ളത്. ഇതിന് കൂടുതലൊന്നും ഇല്ല, ഞാൻ ഓടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ.
ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അതിനകത്തുനിന്ന്. പിന്നെ ഇതിന് ലോക്ക് ഉണ്ട് ആക്ച്വലി, നമ്മൾ കാണിച്ചു തരാം. ഉണ്ടോ, ഇത് ലോക്കാണ്. അതായത് ഫ്രണ്ടിലെ ത്രോട്ടിൽ കൊടുത്ത ഉടനെ തന്നെ ബാക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ലോക്കാണ്. ഉണ്ടോ, ലോക്കായി. അതായത് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഫ്രണ്ടിലെ ത്രോട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് ബാക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ആവും. ഉണ്ടോ, വണ്ടി ബ്രേക്കായി.